അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ വസ്ത്രങ്ങൾ ധരിച്ച് ഔറത്ത് മറക്കാറുള്ളവരാണ്. ഇസ്ലാം നമ്മളോട് കൽപ്പിച്ച രീതിയിലുള്ള അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ നിയമ വ്യവസ്ഥകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് എങ്ങനെയാണ് വസ്ത്രം ധരിക്കുന്ന രീതി, അതൊക്കെ വളരെ വ്യക്തമായി മഹാന്മാരായ പണ്ഡിതന്മാരവരുടെ കിതാബുകളിലൂടെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് ഒരു സന്തോഷമുണ്ടായാൽ നാം പുതുവസ്ത്രങ്ങൾ എടുക്കുകയും എന്നാൽ നാം മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് ഉള്ളതിൽ വെച്ച് ഏറ്റവും മുന്തിയ വസ്ത്രം നാം ധരിക്കുന്നവരാണ്. നമ്മുടെ ഔറത്ത് മറയുന്ന രീതിയിലാവണം നമ്മുടെ വസ്ത്രധാരണയും വസ്ത്രം ധരിക്കുന്ന ശൈലിയും ഉണ്ടാവേണ്ടത്. ആദ്യമായി അത് ഉണർത്തുകയാണ്. എങ്കിലാണ് നമുക്ക് വളരെയധികം നേട്ടങ്ങൾ ആ ഒരു വസ്ത്രധാരണ അല്ലെങ്കിൽ വസ്ത്രം ധരിക്കുന്ന രീതിയിലൂടെ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. നാം നിസ്സാരമായി കാണുന്ന ഈ ഒരു ചെറിയ പ്രവൃത്തിയിലൂടെ വലിയ നന്മയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളോട് ഉണർത്തുന്നുണ്ട്. പറഞ്ഞതിൻ്റെ ആകത്തുക, നാം ഒരു വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അത് പുതിയ വസ്ത്രമാവട്ടെ, ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രമാവട്ടെ, ഇസ്ലാം കൽപ്പിച്ച വസ്ത്രം എന്ന് പറഞ്ഞാൽ അഫ്ളലു സിയാബി അബിയദു എന്നാണ്. വസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വസ്ത്രം വെള്ള വസ്ത്രമാണ്. ഏത് വസ്ത്രമായാൽ പോലും അത് ധരിക്കുന്ന സമയത്ത് നാം ഈ പറയുന്ന ചെറിയൊരു ദിക്ർ നാം ചൊല്ലുകയാണെങ്കിൽ ആ ഒരു ചെറിയ പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ അതിലൂടെ നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരുമെന്നാണ്. ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് ഉണർത്തി തരുന്നുണ്ട്. നമുക്കെല്ലാവർക്കും സുപരിചിതവുമായ ദിക്ർ തന്നെയാണ്. ഏതാണ് ആ ദിക്ർ? അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകുന്നൊരു വസ്ത്രം നമുക്ക് ലഭിച്ചാൽ അത് ധരിക്കുന്ന സമയത്ത് നാം പറയേണ്ട ഒരു ദിക്റാണ് അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഒന്നുകൂടെ ചൊല്ലാം. അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്ന മഹത്തായ ദിക്ർ പണ്ഡിതന്മാർ നമ്മളോട് ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ച ഈ ദിക്ർ നാം വസ്ത്രങ്ങൾ ധരിക്കുന്ന സമയത്ത് പുതിയ വസ്ത്രമോ അല്ലെങ്കിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രമോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു വസ്ത്രം ധരിക്കുന്ന സമയത്ത് നാം ഇത് ചൊല്ലുകയാണെങ്കിൽ ആ ഒരു ചെറിയ പ്രവൃത്തിയിലൂടെ വലിയ നന്മകൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ചെറിയ പ്രവൃത്തിയിലൂടെ വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കാൻ അത് കാരണമാകും. എല്ലാവരും ജീവിതത്തിൽ പകർത്തുക. ആദ്യമായി കൊണ്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുകയും ഇത്തരത്തിലുള്ളതായ നല്ല വീഡിയോസുകൾ വരുന്ന സമയത്ത് ഇസ്ലാമിക അറിവുകൾ നമുക്ക് പഠിക്കാനും അത് പ്രചോദനമാകാനും മറ്റുള്ളവർക്കത് പകർന്നു കൊടുക്കാനും നിങ്ങളും സപ്പോർട്ടുണ്ടാകണമെന്ന് കൂടെ ഉണർത്തി കമൻറ്റ് ബോക്സിലൊക്കെ നല്ല കമൻറ്റുകളൊക്കെ അറിയിച്ചാൽ സമയം പോലെ നിങ്ങൾക്കതിനൊക്കെ റിപ്ലൈ തരുന്നതാണ്. അതുപോലെ തന്നെ നാം എല്ലാവരും കിട്ടിയ അനുഗ്രഹങ്ങൾക്കൊക്കെ പടച്ചവനോട് നന്ദി ചെയ്യുക. ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളോട് ഉണർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എത്രയാവട്ടെ അതിനൊക്കെ നിങ്ങൾ പടച്ചവനോട് നന്ദി കാണിക്കണം. അപ്പോൾ എല്ലാവരും നന്ദിയുള്ളവരായ ഒരടിമകളിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള അറിവുകൾ ജീവിതത്തിൽ പഠിച്ച് അത് എന്നും പ്രാവർത്തികമാക്കുക. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ അത് ചെയ്യുക. എല്ലാവരും ദുആയിലും ഉൾപ്പെടുത്തുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ വലിയ സന്തോഷവും അഭിവൃദ്ധിയും അള്ളാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രിയ സഹോദരങ്ങളൊക്കെ പല ഭാഗങ്ങളിൽ പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ
ഖൈറായ ഒരു ജീവിതം കൊടുത്തനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.